കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു. ഷിബില എന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് യാസർ മയക്കുമരുന്ന് ലഹരിയിലായിരുന്നുവെന്നാണ് സൂചന. ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാൻ, മാതാവ് ഹസീന എന്നിവർക്കും വെട്ടേറ്റിട്ടുണ്ട്. മകളുടെ ഭർത്താവ് അത്യാവശ്യം ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. നോമ്പിന് കുറച്ച് മുമ്പേ കുട്ടി മർദ്ദനം സഹിക്കാൻ വയ്യാതെ ഉപ്പൻ്റെ അല്ലെങ്കിൽ ഉമ്മയുടെ വീട്ടിലേക്ക് വരികയും അത് പ്രകാരം കഴിഞ്ഞ 28-ാം തീയതി താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ആ കുട്ടിക്കും കുട്ടിയുടെ കുഞ്ഞിനും ഉടുക്കാനുള്ള ഡ്രസ്സ് തന്നെങ്കിലും വാങ്ങിത്തരണമെന്ന് താമരശ്ശേരി സ്റ്റേഷനിൽ കൊടുത്ത പരാതിൻ്റെ അകത്തുണ്ട്. ആ പരാതിൻ്റെ മുകളിൽ പോലീസ് ഒരു ചടങ്ങ് തീർക്കാൻ അവനെ വിളിച്ചു എന്നല്ലാതെ ഇതുവരെ അതിൻ്റെ മുകളിലൊരു നടപടിയായില്ല. ഒരു അപകടം മണക്കുന്നുണ്ട്, അവൻ വെല്ലുവിളിക്കുന്നുണ്ട്, ഫോണിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ തെറി വിളിച്ച് കൊല്ലും എന്ന ഭീഷണി വരെ പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് പോലീസിനെ അറിയിക്കുകയും ലഹരിയായി ഉപയോഗമുണ്ട് എന്നൊക്കെ പോലീസിനെ അറിയിച്ചിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പം ഉണ്ടായ പുതിയ വിഷയം ഉണ്ടായിട്ടുള്ളത്. ഇംതിയാസ് കരീമുണ്ട് വിവരങ്ങളുമായി. ഇംതിയാസ്, എന്താണ് ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരങ്ങൾ? ഇപ്പോൾ നേരത്തെ ഇംതിയാസ് ലൈവിൽ ഒരാൾ പറഞ്ഞു ഇങ്ങനെ പരാതി കൊടുത്തു എന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞു. ഒരാൾ പരാതി കൊടുത്തതായി പറയുന്നുണ്ട്. എന്താണ് സംഭവത്തിൽ പോലീസ് നൽകുന്ന ഒരു വിശദീകരണം? ദിവീഷ് മണി, വളരെയധികം ഞെട്ടലുണ്ടാക്കുന്ന നടുക്കിയ ഒരു സംഭവമാണ് വീണ്ടും താമരശ്ശേരി ഈങ്ങാപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് വേണം ആദ്യഘട്ടത്തിൽ പറയാൻ. ഇതിലിപ്പോൾ ഷിബിലയെ ഭാര്യയെ വെട്ടിക്കൊന്ന യാസിറിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിരിക്കുന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം. അതായത് ഷിബില നിൽക്കുന്ന അവരുടെ വീട്ടിലേക്ക് യാസിർ ഒരു കാറിലാണ് എത്തുന്നത്. അങ്ങനെ കാറിൽ എത്തിയതിനു ശേഷം അവിടെ ഇറങ്ങി ഈ 3 പേരെയും, അതായത് ഭാര്യയായിട്ടുള്ള ഷിബിലയെയും ഭാര്യ മാതാവ് ഹസീനയെയും ഭാര്യ പിതാവ് അബ്ദുറഹ്മാനെയും വെട്ടിയതിനു ശേഷം അതേ കാറിൽ തന്നെ കടന്നു കളഞ്ഞു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. താമരശ്ശേരി പോലീസ് യാസിറിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കുകയാണ്. യാസിറിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഇപ്പോൾ പ്രധാനമായും പുറത്തു വരുന്ന വിവരം, ഈ കുടുംബ വഴക്കിനെ തുടർന്ന് ഇയാൾ ഒരുപാട് കാലമായിട്ട് ഈ ഷിബിലയും അതുപോലെ തന്നെ യാസിറും പിണങ്ങിക്കഴിയുകയായിരുന്നു. ഷിബില ഉണ്ടായിരുന്നത് അവരുടെ ഭാര്യ വീട്ടിലായിരുന്നു. അവിടെ എത്തിയിട്ടാണ് ഇത്തരമൊരു അക്രമം നടത്തിയത്. അതായത് ഇയാൾ സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുന്നു, ലഹരിക്കടിമയായിരുന്നു, ലഹരി കച്ചവടമുണ്ട് എന്ന രൂപത്തിലൊക്കെയാണ് നാട്ടുകാർ യാസിറിനെ കുറിച്ച് പറയുന്നത്. വെറും 26-27 വയസ്സ് മാത്രമാണ് യാസിറിനുള്ളത്. അങ്ങനെ ഇരിക്കെ ഇവർ ഈ പിണങ്ങിക്കഴിയുന്ന സമയത്ത് തൻ്റെയും കുഞ്ഞിൻ്റെയും വസ്ത്രമൊക്കെ തരണം, ആ വീട്ടിൽ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതിയൊക്കെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നു. പക്ഷെ ആ ദേഷ്യത്തിന് യാസിർ ഈ കുഞ്ഞിൻ്റെയും അതുപോലെ തന്നെ ഇവരുടെ വസ്ത്രങ്ങളെല്ലാം കൂട്ടമായിട്ട് കത്തിച്ചു. അങ്ങനെ കത്തിച്ച വസ്ത്രം അത് തൻ്റെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കി പലർക്കായി അയച്ചു കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ കത്തിക്കുന്ന ആ വീഡിയോ ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ പ്രേക്ഷകർക്ക് നമുക്ക് കാണാനും സാധിക്കും. എന്തായാലും ദാരുണമായൊരു സംഭവം എന്നേ ഈ നിമിഷത്തിൽ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞുണ്ട്, ഇവർക്ക് 3 വയസ്സാണ് കുഞ്ഞിൻ്റെ പ്രായം. 2 ദിവസം മുൻപ് ആ കുഞ്ഞിൻ്റെ ജന്മദിനമായിരുന്നു എന്നും പറയുന്നുണ്ട്. ഇന്ന് നോമ്പ് ദിവസമാണ്. ഈ നോമ്പ് ദിവസം വൈകിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത്. അതായത് ഈ ഭാര്യയും അതുപോലെ തന്നെ ഇവർ 3 പേരുമാണ് ആ ഭാര്യ വീട്ടിൽ ആ സമയത്ത് ഷിബിലയുടെ വീട്ടിലുണ്ടായിരുന്നത്. അങ്ങോട്ടേക്ക് ഈ നോമ്പൊക്കെ തുറന്നതിന് ശേഷമാണ് യാസർ അങ്ങോട്ടേക്ക് എത്തുന്നത്. ആ സമയത്ത് മയക്കുമരുന്ന് അടിമയായിരുന്നു, മയക്കുമരുന്നിൻ്റെ ലഹരിയിലായിരുന്നു ഇദ്ദേഹം ഉണ്ടായത് എന്ന് ഇങ്ങനെ ഇവർ ആക്രമിച്ചതെന്ന് പറയുന്നു. ഹസീനയുടെ പുറത്താണ് പരിക്കേറ്റിട്ടുള്ളത്. ഹസീനയെ പരിക്ക് ഗുരുതരമാണെന്ന് തോന്നിയതിനു ശേഷം ഇപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഹസീനയെയും മാറ്റിയിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇപ്പോഴും ഗുരുതരമായി തന്നെ പരിക്ക് ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്ന ഒരു യുവാവ് ഭാര്യയുടെ പിതാവിനെയും മാതാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അവർ ഇരുവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്.